EVOXന്റെ 107 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈറ്റ് വെയ്റ്റ് സിമ്പിൾ ഫോൾഡിംഗ് മോട്ടോർ വീൽ ചെയർ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഈ വീഡിയോയിലൂടെ നമുക്ക് പങ്കുവെക്കാം. 107 എന്ന് പറഞ്ഞിട്ടുള്ള ഈ വീൽ ചെയർ നമുക്കൊരു ബാഗ് പോലെ ഫോൾഡ് ചെയ്തിട്ട് കാറിൻ്റെ ഡിക്കിയിലൊക്കെ ചെറുതാക്കി വെക്കാൻ പറ്റുന്നതാണ്. ഇതൊരു ട്രാവലിംഗ് മോഡൽ വീൽ ചെയർ ആണ്. 24 കിലോ ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ലിഥിയം അയൺ ബാറ്ററി വെച്ചിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. കമ്പനി അവകാശപ്പെടുന്നത് ഒരു ചാർജിൽ 20 കിലോമീറ്ററൊക്കെ നമുക്ക് റേഞ്ച് കിട്ടുന്നതാണ്. പക്ഷേ ഒരു 10 കിലോമീറ്ററൊക്കെ റേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം. ആദ്യം നമുക്കിത് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇത് സിമ്പിളായിട്ട് നമുക്കൊരു ബാഗ് രൂപത്തിൽ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വീൽ ചെയർ ആണ്. എന്നിട്ട് ട്രോളി ബാഗ് വലിച്ചു കൊണ്ടുപോകുന്ന പോലെ വലിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഫോൾഡ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഫോൾഡ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ഇതിൻ്റെ ബാക്കിലൊരു ലോക്ക് വരുന്നുണ്ട്. ഇവിടെ ഒരു ലോക്ക് വരുന്നുണ്ട്. ഈ ലോക്ക് നമ്മൾ റിമൂവ് ചെയ്യണം. ഇങ്ങനെ റിമൂവ് ചെയ്തതിൻ്റെ ശേഷം ഇതിങ്ങനെ ഫ്രണ്ടിലേക്ക് വീണ്ടും നമ്മൾ കറക്കി അതിനുശേഷം ഈ ഭാഗവും തമ്മിൽ പിടിച്ചിട്ടാണ് ഫോൾഡ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബാഗ് രൂപത്തിലാക്കിയിട്ട് ഈ വീൽ ചെയറിനെ മാറ്റാൻ കഴിയും. അതിനുശേഷം നമുക്ക് ഇതിങ്ങനെ ജസ്റ്റ് പൊക്കിയിട്ട് ഈ ഒരു രൂപത്തിൽ വാഹനങ്ങളുടെ ഡിക്കിൽ ചെറുതാക്കിയിട്ട് ഏത് ചെറിയ വാഹനത്തിൻ്റെ ഡിക്കിലും ഇത് കയറ്റി കൊണ്ടുപോകാൻ പറ്റും. 24 കിലോ ആയതുകൊണ്ട് തന്നെ ഒരാൾക്ക് സിമ്പിളായിട്ട് എടുത്ത് ഈ വീൽ ചെയറിന് കയറ്റാൻ പറ്റും. കണ്ടോ, ഇത്രയാണ് ഇത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വലിപ്പം ഉണ്ടാവുക. ഇത്രയും ചെറുതാക്കി ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്കിത് വാഹനങ്ങളിൽ പിക്ക് ചെയ്ത് കൊണ്ടുപോകാൻ വളരെ സുഖമാണ് കേട്ടോ. കാരണം ഡിക്കിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇതിങ്ങനെ ഒതുങ്ങിയിരുന്നോളും. മറ്റുള്ള വീൽ ചെയറുകളൊക്കെ ആണെങ്കിൽ നമുക്ക് സീറ്റ് മടക്കിയിടേണ്ടി വരും, അല്ലെങ്കിൽ ഒരുപാട് സ്പേസുള്ള ഡിക്ക് വേണ്ടി വരും. അപ്പം ഇങ്ങനെ വീൽ ചെയർ ആണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ചെറിയൊരു സ്പേസിൽ ഡിക്കിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്കൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ തന്നെ സുഖമായിട്ട് ഇരിക്കും. അപ്പം സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്, പെട്ടെന്ന് നമുക്ക് ഫോൾഡ് ചെയ്യാനും പറ്റും. വീൽ ചെയർ എങ്ങനെയാണ് അൺഫോൾഡ് ചെയ്യുക എന്നുള്ളത് നോക്കാൻ പോകുന്നത്. ജസ്റ്റ് ബാക്ക് റെസ്റ്റിൽ ഒന്ന് പിടിച്ചു കൊടുക്കുക. അടിയിൽ ഫുട്ട് റെസ്റ്റിലോ അല്ലെങ്കിൽ നമ്മൾ കുഷ്യൻ വരുന്നതിന് താഴത്തുള്ള ബാറിലോ പിടിച്ചിട്ട് സിമ്പിളായിട്ട് നിർത്താൻ പറ്റും കേട്ടോ. ഈസി ആയിട്ട് നിർത്താൻ പറ്റും. ഇപ്പോൾ പുതിയതാകൊണ്ടാണ് കുറച്ച് ടൈറ്റ്. രണ്ട് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് നിർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ആംബ്രസ്റ്റ് നമുക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിനുവേണ്ടി ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ബാക്കിലേക്ക് ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇങ്ങനെ നമുക്ക് ഫ്ലിപ്പ് ചെയ്യാം. ബാക്കിലേക്ക് നമുക്ക് വാഹനത്തിലേക്ക് മാറിയിരിക്കാനും മറ്റുള്ള വീൽ ചെയറിലേക്കും കട്ടിലേക്കൊക്കെ മാറിയിരിക്കാൻ സിമ്പിളായിട്ട് പറ്റുന്ന രൂപത്തിലാണ് ഇതിൻ്റെ ഡിസൈന്. രണ്ട് ആംബ്രസ്റ്റും ഇതുപോലെ ബാക്കിലേക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തിരിച്ച് ഇങ്ങോട്ടും ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ലോക്കായിട്ടിരിക്കും. സെക്യൂരിറ്റിക്ക് വേണ്ടി സീറ്റ് ബെൽറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക് റെസ്റ്റിലെ കുഷ്യൻ നല്ല സ്മൂത്ത് ആയിട്ടുള്ള കുഷ്യനാണ്. അപ്പോൾ നമുക്ക് വലിച്ചു കൊണ്ടുപോകാൻ പിടിക്കേണ്ട ഭാഗത്ത് നല്ല സ്മൂത്തായിട്ട് കുഷ്യൻ വരുന്നുണ്ട്. പിന്നെ നല്ല സ്മൂത്തായിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ, സ്മൂത്തായിട്ടുള്ള കുഷ്യനാണ്. ഇത് ആണ് ജസ്റ്റ് ഇവിടെ സിമ്പിളായിട്ട് ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുക. ഇത് ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൂവ് ചെയ്തിട്ട് വെച്ചാൽ ഒന്നുകൂടി നമുക്ക് സുഖമായിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ജോയ്സ്റ്റിക്ക് നമ്മളുടെ സാധാരണ ഇവോക്സിൻ്റെ എല്ലാ വീൽ ചെയറുള്ള പോലത്തെ ജോയ്സ്റ്റിക്ക് തന്നെയാണ്. അത് റൈറ്റ് ഹാൻഡിലും ലെഫ്റ്റ് ഹാൻഡിലും നമുക്ക് ഇഷ്ടം പോലെ മാറി മാറി ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതിൻ്റെ ബാറ്ററി ലിഥിയം അയൺ ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ലൈഫ് കിട്ടുന്ന ബാറ്ററിയാണ്. 1 വർഷം കമ്പനി വീൽ ചെയറിന് ഫുള്ളായിട്ട് വാറണ്ടി തരുന്നുണ്ട്. ആ കൂട്ടത്തിൽ ബാറ്ററിക്കും 1 വർഷം വാറണ്ടി തരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ പ്ലഗൊക്കെ വരുന്നത്. അപ്പുറത്തെ സൈഡിൽ മോട്ടറിലേക്കും ഇതിൽ ജോയ്സ്റ്റിക്കിലേക്കും പവർ കൊടുക്കുന്നതും ഇവിടെ നമുക്ക് ചാർജർ കുത്തുന്നതാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കുത്തിയാലും കുഴപ്പമൊന്നുമില്ല. രണ്ടിലും നമ്മൾക്ക് ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കുത്താൻ പറ്റും. ഇതാണ് ഇതിൻ്റെ മോട്ടർ. ഇലക്ട്രിക് മാഗ്നറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട്, അതായത് ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട്. 250 വാട്ട്സിൻ്റെ 2 മോട്ടറാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ടയറ് ഫില്ലഡ് ടയറാണ്, പഞ്ചറാവാത്ത ടയറാണ് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ടയറാണ്, ഒരുപാട് കാലം ലൈഫ് കിട്ടുന്ന ടയറാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഈ വീൽ ചെയർ നേരത്തെ പറഞ്ഞ പോലെ ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് അൺലോക്ക് ചെയ്യാനും നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ലോക്ക് ചെയ്യാനും, ഇത് ലോക്ക് ചെയ്തിട്ടാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇത് അൺലോക്ക് ചെയ്യണം. ഇങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുക. അതിന് വേണ്ടിയിട്ട് ഇവിടെ ചെറിയ സ്പ്രിങ് ആക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് കമ്പനി. ബാക്കിൽ നമുക്ക് ചെറിയൊരു പോക്കറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം പേഴ്സും ചെറിയ ബാഗൊക്കെ ഇടാൻ പറ്റിയൊരു പോക്കറ്റാണ്. ഇതിൻ്റെ വാറണ്ടി കാർഡാണ് ഇതിനകത്തുള്ളത്. 1 വർഷമാണ് കമ്പനി വാറണ്ടി തരുന്നത്.
അതുപോലെ ഇത് നമുക്ക് മാനുവൽ മോഡലും മോട്ടോർ മോഡലും ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ ഒരു പിന്നെ ലോക്കിംഗ് അൺലോക്കിംഗ് സിസ്റ്റം ഇവിടെ വരുന്നുണ്ട്. സാധാരണ ഇവോക്സിൻ്റെ എല്ലാ വീൽ ചെയറിലും ഈ സംഭവം വരാറുണ്ട്. അപ്പം ജസ്റ്റ് ഇപ്പം ഇത് മോട്ടോർ മോഡലാണ്, ഇത് തള്ളിയാലൊന്നും പോകത്തില്ല. നമുക്കത് ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഫ്രീ വീലായി. ഇപ്പോൾ ഇത് മാനുവൽ മോഡലാണ്, ഇത് മോട്ടോർ മോഡൽ പ്രവർത്തിക്കത്തില്ല. ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് ടയറൊന്ന് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉരുട്ടിയാൽ ഇത് മോട്ടോർ മോഡലായിട്ട് ലോക്കാവും. നമുക്ക് ന്യൂട്രൽ മോഡലിലേക്ക് മാറ്റാനായിട്ട് ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് ജസ്റ്റ് ലേശം ഒന്ന് തിരിച്ചു വെച്ചാൽ മതി. ഇപ്പോൾ ഇത് പിന്നെ മാനുവൽ മോഡലിലേക്ക് മാറി. അതുപോലെ തന്നെ ഇത് മോട്ടോർ മോഡലിലേക്ക് ആക്കാൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഗ്യാപ്പിൽ പോയിട്ട് ഇതിൻ്റെ ഇത് ലോക്കാവും. കണ്ടോ, ഇപ്പോൾ ഇത് മോട്ടോർ മോഡലിലേക്ക് മാറി. ഇവോക്സിൻ്റെ 107 എന്ന് പറയുന്ന മോഡലിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി ഡിസൈനാണ് കേട്ടോ. കാരണം കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ ഡിസൈൻ കാണാനായിട്ട്. കണ്ടോ, നമുക്ക് സുഖമായിട്ട് ഇതിൽ നിന്ന് ഉപയോഗിക്കുന്ന ആളുകൾ പിന്നെ മനോഹരമായിട്ട് ഉപയോഗിക്കാനും കഴിയും. സിമ്പിൾ വീൽ ചെയർ ആണ് ഇത്. കൂടുതലും ട്രാവലിങ്ങിനാണ് ഉദ്ദേശിക്കുന്നത്. വലിയ ഹാർഡായ സ്ഥലത്ത് കൂടെ ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. പക്ഷേ യാത്രയിൽ ഉപയോഗിക്കാൻ വളരെ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ 107 മോട്ടോർ വീൽ ചെയറിലേക്ക് മാറിയിരുന്നു. ഇനി ഇതെങ്ങനെയുണ്ട് ഉപയോഗിക്കാനും നോക്കാം. നമ്മൾ വീട്ടിലേക്കുള്ള റാമ്പിലും ഒക്കെ ഉപയോഗിക്കാനായിട്ട് എങ്ങനെയുണ്ട് നോക്കാം. നല്ല സ്മൂത്താണ് ഉപയോഗിക്കാൻ, സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല. ഇരിക്കാനും നല്ല കംഫർട്ടാണ്, സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് റാമ്പിലൊന്ന് കയറ്റി നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. റാമ്പിലേക്ക് ഞാൻ കയറാൻ വേണ്ടി പോവാണ്. സ്പീഡൊക്കെ എല്ലാ വീൽ ചെയറിനെ പോലെ തന്നെ നമുക്ക് 5 സ്പീഡാണ് വരുന്നത്. റാമ്പിൽ ഞാൻ നിന്നിട്ടുണ്ട്, ഇവിടെ നിർത്തിയിട്ടുണ്ട്. പിന്നെ മറിയാനായിട്ടുള്ള യാതൊരുവിധ ചാൻസും നമുക്ക് തോന്നുന്നില്ല, നമുക്ക് പേടിയൊന്നും തോന്നുന്നില്ല. മറ്റ് ചെറിയ വീൽ ചെയറിലൊക്കെ ഇരുന്ന് നമുക്കൊരു ചെരുവിലൊക്കെ കയറുമ്പോൾ ഒരു പേടി ഉണ്ടാവാറുണ്ട്, മറിയോ ഇല്ല. അങ്ങനത്തെ പേടിയൊന്നും തോന്നുന്നില്ല, സുഖമായിട്ട് തന്നെ കയറി പോകുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് റാമ്പിലൂടെ കയറി വന്നു. ഞാൻ ഒന്ന് റിവേഴ്സ് ഇറങ്ങിയാണ്. ഇതുവരെ ഞാനിത് ലാസ്റ്റ് സ്പീഡിലിട്ടാണ് ഓടിച്ചിട്ടുണ്ടായത്. ഇനി നമുക്കൊന്ന് ഫുള്ള് സ്പീഡിലിട്ട് ഓടിച്ച് നോക്കാം. അപ്പോൾ സാധാരണ ജോയ്സ്റ്റിക്ക് പോലെ തന്നെ ഇതിലെല്ലാ ബട്ടണും ഉണ്ട്. പ്ലസ് മൈനസ് 5 സ്പീഡ് ഉണ്ട്. പവർ ബട്ടൺ, അതുപോലെ തന്നെ ഹോണ്, നല്ല സൗണ്ടുള്ള ഹോണാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന സമയത്ത് പവർ ഓഫ് ചെയ്തിടുമ്പോൾ നമുക്ക് ബാറ്ററി ലൈഫ് കൂടുതൽ കിട്ടും. ഇതാണ് സ്പീഡ് ബട്ടൺ, മൈനസ് പ്ലസ്. ഇപ്പോൾ ഇത് 1ാമത്തെ സ്പീഡിലാണ് കിടക്കുന്നത്. 2, 3, 4, 5 സ്പീഡ് വരുന്നുണ്ട്. ഫുള്ള് സ്പീഡിൽ ഓടിച്ചാൽ നല്ല സ്പീഡിൽ പോകാൻ പറ്റും. പിന്നെ ഫസ്റ്റൊക്കെ നമ്മൾ ഫസ്റ്റ് സ്പീഡിലിട്ട് ഓടിച്ചാൽ മതി. അപ്പം പിന്നെ നമുക്ക് നന്നായിട്ട് കൺട്രോൾ ചെയ്ത് പഠിക്കാൻ പറ്റും. ഇവോക്സിൻ്റെ ഏത് വീൽ ചെയർ ആണെങ്കിലും ജോയ്സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അപ്പം തന്നെ നമ്മളിത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മൂവ് ആവത്തില്ല. നമ്മൾ 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മളിത് മൂവ് ചെയ്യിപ്പിച്ചാലുള്ളൂ മൂവ് ആവുക. അത് ഇവോക്സിൻ്റെ ഏത് വീൽ ചെയർ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവോക്സിൻ്റെ 107 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. നല്ലൊരു ഡിസൈനാണ്. അതുപോലെ തന്നെ 1 വർഷം ഫുൾ വാറണ്ടി കമ്പനി ഇതിന് തരുന്നുണ്ട്. ഓൺസൈറ്റ് സർവീസ് അടക്കമുള്ള വാറണ്ടിയാണ് തരുന്നത്. അതുപോലെ തന്നെ ഫില്ലഡ് ടയറാണ്, പഞ്ചറാവാത്ത ടയറാണ്. അതുപോലെ തന്നെ സിമ്പിളായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഏത് ചെറിയ വാഹനങ്ങളുടെ ഡിക്കിലും കൊണ്ടുപോകാൻ പറ്റുന്നൊരു മോഡലാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ മോഡൽ. നമുക്ക് യാത്രയിൽ ഉപയോഗിക്കാനും പിന്നെ കൊണ്ട് നടക്കാനൊക്കെ വളരെ ഈസിയാണ്. എല്ലാ പ്രതലത്തിലൂടെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു മോഡൽ കൂടിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീൽ ചെയറിനെ കുറിച്ച് പറയാനുള്ളത്. ആർക്കെങ്കിലും ഈ വീൽ ചെയർ ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഈ വീൽ ചെയർ എത്തിക്കാനുള്ള എല്ലാ സൗകര്യവും നമ്മൾ ഏർപ്പെടുത്തും. നിങ്ങളുടെ ഫ്രീ ഹോം ഡെലിവറിയാണ് കമ്പനി ഇതിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആരെങ്കിലും ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ 10 ദിവസം കൊണ്ട് ഈ വീൽ ചെയർ നമ്മൾ ഡെലിവർ ചെയ്യും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊരു
ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയി എന്ന് കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീൽ ചെയർ ഉപയോഗിക്കുന്ന ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.